കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വണ്ടാഴി യൂണിറ്റ് 34ാം വാർഷിക സമ്മേളനം നടത്തി. KSSPU നെന്മാറ ബ്ലോക്ക് സമ്മേളനം ഫെബ്രുവരി 21-ന് പെൻഷൻ ഭവനിൽ നടത്തും. ഇതിനു മുന്നോടിയായാണ് യൂണിറ്റ് സമ്മേളനം നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദാ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ, വലിയ വലിയ യൂണിവേഴ്സിറ്റികളെല്ലാം ഉണ്ട്. പക്ഷേ കേരളത്തിലെ ഓരോ ഗ്രാമപ്രദേശങ്ങളിലും ഓരോ വീടുകളിലും 5 വയസ്സായ ഒരു കുട്ടി സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങി എന്ന് പറഞ്ഞ കേരളത്തിലെ മലയാളികൾക്ക് മാത്രം അഭിമാനിക്കാവുന്നതാണ്. അത് അമേരിക്കക്കാരന് പറയാൻ കഴിയില്ല. അത്രയും അത് എല്ലാ തരത്തിലും ഏറ്റവും താഴ്ന്ന അടുത്തിട്ട് കിടക്കുന്ന സമൂഹത്തിലെ ജനങ്ങൾക്ക് വരെ ഹൈടെക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള സർക്കാരിന്റെ കാഴ്ചപ്പാട് തുടർന്ന് വരുന്ന തുടർച്ച ഭരണം കാഴ്ചവെക്കുന്ന സർക്കാരുകൾ അതിനുവേണ്ടി ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖല വലിയ ലെവലിലാണ് നമ്മൾ ഇന്ന് കേരളം എത്തി നിൽക്കുന്നത്. ഓരോന്നെടുത്ത് കഴിഞ്ഞാൽ ആരോഗ്യ മേഖലയായിക്കോട്ടെ, അല്ലെങ്കിൽ സ്ത്രീ പുരുഷ തുല്യത, ഇക്വാലിറ്റിയുടെ കാര്യത്തിലായിക്കോട്ടെ, മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പല സംസ്ഥാനങ്ങൾക്ക് കേരളത്തിൽ അത് പഠിക്കാനായിട്ട് വരുന്ന നമ്മൾ പത്രങ്ങളൊക്കെ കാണുന്നുണ്ട്. എങ്ങനെയാണ് കേരളം ഇങ്ങനെ ലോകത്തിന് തന്നെ മാതൃകയായിട്ട് നിൽക്കുന്നത് എന്നത്. അതേപോലെ തന്നെ ഇത്രയും ആരോഗ്യ വിദ്യാഭ്യാസം പറയാൻ ഓരോ PhDകളും ഹൈടെക്കുകളായിരിക്കുന്നു. ഓരോ എല്ലാ പഞ്ചായത്തുകളിലും ആശുപത്രികളും ഡോക്ടർ സൗകര്യം, എല്ലാ ചികിത്സാ സൗകര്യങ്ങളും നമുക്ക് ഉണ്ടായിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ മുൻപന്തിയിൽ നിൽക്കുന്നു. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നെങ്കിലും. യൂണിറ്റ് പ്രസിഡന്റ് KA റോയ് അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് T കുഞ്ചു സംഘടനാ റിപ്പോർട്ടും, യൂണിറ്റ് സെക്രട്ടറി M ഹംസ പ്രവർത്തന റിപ്പോർട്ടും, ട്രഷറർ VV കൃഷ്ണൻകുട്ടി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഭാരവാഹികളായ K ചന്ദ്രൻ, ബെന്നീസ് കറിയ, N നാരായണൻ, C ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.